അസ്സലാമലൈക്കും. ഒരാള് ഒന്നു എടുത്തിട്ട് പക്ഷെ കാല് കേൾക്കുമ്പോൾ മാത്രം ശ്വാസം ഇട്ടിട്ട് ശ്വാസത്തിന്റെ മേളിൽ കളഞ്ഞിട്ട് അതേ ആള് പോയിട്ട് ഇമാമായിട്ട് നിശ്ചയിക്കുന്നുണ്ട്. അപ്പൊ ഇമാമ അയാൾ നിശ്ചയിക്കുമ്പോൾ ഞങ്ങൾ നമ്മൾ വളരെ കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. ഞാൻ നാളെ ഒരു ദിവസം കുറെ മണിക്കൂറുകൾ സംസാരിച്ച ദിവസം ഒരുപാട് സമയം ചെലവാക്കിയിട്ടുള്ള ഒരു സംഗതി. പക്ഷെ അന്ന് സഹോദരൻ ഉണ്ടായിട്ടുണ്ടാവില്ല. ഏതായാലും ഈ സോക്സിൽ തടവൽ എന്ന് പറയുന്ന സംഗതി ഇന്നത്തെ നമ്മൾ സാധാരണ ഈ ഷൂവിന്റെ അകത്തിടുന്ന സോക്സിന്റെ പുറത്ത്, അതായത് ഒരു ലോലമായ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇത്തരം സോക്സിന്റെ പുറത്ത് തടവിയാൽ ഒരിക്കലും തന്നെ ഒന്നു സഹിയാവുന്നതല്ല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കാല് കഴുകുന്നതിനു പകരം ഹുഫ ശുദ്ധിയോടുകൂടെ ധരിച്ചതാണെങ്കിൽ യാത്രക്കാരല്ലാത്തവർക്ക് ഒരു രാവും പകലും, യാത്രക്കാരാണെങ്കിൽ 3 ദിവസങ്ങൾ കാല് കഴുകുന്നതിന് പകരം വദു ചെയ്യുന്ന സമയത്ത് ഈ ഹുഫമേൽ തടവിയാൽ മതി എന്ന ആനുകൂല്യം ഇസ്ലാം നൽകിയിട്ടുണ്ട്. പക്ഷെ ആ ഹുഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ചിരുന്ന ആ സാധനത്തിന്റെ വിശേഷണങ്ങൾ വെച്ചുകൊണ്ട് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ആ സാധനം എന്തായിരിക്കണം എന്ന് നിർണയിച്ചപ്പോൾ ആ ഹുഫ എന്ന് പറയുന്ന സാധനം അത് മാത്രം ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന വിധത്തിൽ, അതായത് ഒരു ചെരുപ്പിന്റെ ഉപയോഗം ഉണ്ടാകുന്ന വിധത്തിൽ അത് നടക്കാൻ മാത്രം അത് കട്ടിയുള്ളതാവുകയും അതിന്റെ പുറത്ത് വെള്ളം ഒഴിച്ചാൽ ഉള്ളിലേക്ക് വെള്ളം എത്താതിരിക്കുകയും ഒന്നു ചെയ്യുന്ന സമയത്ത് കാല് കഴുകൽ നിർബന്ധമുള്ള കാൽപാദമുണ്ടല്ലോ, നെരിയാണി ഉൾപ്പെടെ, അത്രയും ഭാഗങ്ങൾ പൂർണ്ണമായും അറഞ്ഞതും ആയിരിക്കണം എന്ന വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥകൾ ഒക്കാത്ത രൂപത്തിലുള്ളതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ഷൂവിന്റെ ഉള്ളിലിടുന്ന സോക്സ് എന്ന് പറയുന്നത്. അതിന്റെ പുറത്ത് തടവിയിട്ട് വദു ചെയ്താൽ ഒരിക്കലും തന്നെ ആ വദു സഹിയാകുന്നതല്ല. അങ്ങനത്തെ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കാനും പാടില്ല എന്നാണ് അറിയിക്കാനുള്ളത്.